പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വീഡിയോ, അതായത് കുറച്ചു പേർക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അത് ഇഷ്ടം ആണെങ്കിലും ഇഷ്ടം അല്ലെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും, അതായത് നമ്മൾ വളർത്തുമൃഗങ്ങളെ നമ്മൾ വളർത്താറുണ്ട്. അതായത് പട്ടികളാവട്ടെ, പൂച്ചകളാവട്ടെ, മറ്റുള്ള കുറെ മൃഗങ്ങളെ, പക്ഷികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ കൊണ്ടു നടന്ന് വളർത്താറുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷെ നമുക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മളത് ചെയ്യരുത്, അതിനെ വളർത്തിക്കൊണ്ടുപോകരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചിലര് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെഡ്റൂമിൽ തന്നെ നമ്മളെ കൂടെ, അതായത് ബെഡിനകത്ത് തന്നെ ചിലപ്പോൾ പെറ്റിനെ നമ്മൾ കിടത്തി ഉറക്കാറുണ്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ. തീർച്ചയാണ് നമുക്കത് ദോഷങ്ങളാണ്. കാര്യം ഇതിന്റെ ഈ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രോമങ്ങളും പൊടികളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ശ്വസിക്കുകയും നമ്മളെ മൂക്കിനകത്തൂടെ പോയി നമ്മളെ ലെൻസിന് അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കാതിരിക്കുക. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള അമ്മക്കുള്ള മൃഗങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വളർത്തണം. വളർത്തി നമുക്കത് പുണ്യപ്രവൃത്തിയാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ബെഡ്റൂമിനകത്ത് വേറൊരു മൂലക്കകത്ത് അതിന് കിടക്കത്തക്ക രീതിയിൽ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി അതിനെ മാറ്റി കിടത്തുക. അല്ലാതെ നമ്മളെ കൂടെ നമ്മൾ അതിനെ കിടത്തി ഉറക്കുകയോ നമ്മൾ ഇത് ചെയ്യുകയോ ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ആസ്മ പോലുള്ള ആൾക്ക് പെട്ടെന്നാണ് ഇത് കൂടുകയും ആസ്മയുടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത്. പൂച്ചയുടെ രോമങ്ങളും പട്ടിയുടെ രോമങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. നിങ്ങളത് പ്രത്യേകം ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടികിട്ടും. ഇതൊന്നും നിങ്ങൾ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് നമ്മളൊരു പരിമിതി വെക്കണം. പരിമിതി വെച്ച് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വേണം, നമുക്ക് അത് ഒരു പുണ്യപ്രവൃത്തിയും തന്നെയാണ്. അത് കേട്ട് നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ വരുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.